ജീവിതത്തിന്റെ ഒരു അനുഭവത്തിന് മുൻപ് സഹനത്തിന്റെ ഒരു സ്നാനം പ്രതീക്ഷിക്കുക. അതായത് ദൈവം സ്പിരിച്വൽ തലത്തിൽ നിങ്ങളെ വളർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഉയർച്ച തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നമ്മളെ ഒരു സഹന അനുഭവത്തിലൂടെ കടത്തിക്കൊണ്ടു പോകും. സഹന അനുഭവത്തിലൂടെ കടത്തിക്കൊണ്ടു പോയത് കൊണ്ട് തന്നെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നമുക്ക് എളിമയിലായിരിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ജീവിതത്തിൽ നമുക്ക് സഫറിങ്ങിന്റെ ഒരു തലം എപ്പോഴും നിലനിർത്തുന്നത്, ചില മുള്ളുകൾ ദൈവം നിലനിർത്തുന്നത്. കാരണം എപ്പോൾ നമുക്ക് എളിമ നഷ്ടപ്പെടുന്നു, ഇതൊക്കെ എന്റെ കഴിവുകൊണ്ടാണ്, ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നത് എന്നൊരു തോന്നലുണ്ടാകുന്നു, അപ്പൊ നമുക്ക് ദൈവമായിട്ടുള്ള കണക്ഷൻ കട്ടാവും. അപ്പൊ നമ്മൾ സന്തോഷിക്കണ്ടേ, അപ്പൊ നമുക്കൊരു വിജയം ഉണ്ടാകുമ്പോൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണ്ടേ, അപ്പൊ അതൊരു വലിയ കാര്യമല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കും. സാധാരണ മനുഷ്യരെ കുറിച്ച് അങ്ങനെയൊക്കെ അവരങ്ങനത്തെ ഒരു ജീവിതം ജീവിച്ചോട്ടെ. പക്ഷെ ദൈവം വിളിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വിജയം വേണ്ട, അവന് വിശ്വസ്തതയാണ് വേണ്ടത്. മദർ തെരേസ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വിജയമില്ല. എന്താണ് വിശ്വസ്തത? എന്റെ ആത്മാവ് സഞ്ചരിക്കേണ്ട ഒരു വഴിയുണ്ട്. ഞാൻ ഭൂമിയിലായിരിക്കുമ്പോൾ ഞാൻ എന്ന വ്യക്തിയിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്റെ യാത്ര ഇതായിരിക്കണമെന്ന് എന്റെ സൃഷ്ടാവ് തീരുമാനിച്ചു വെച്ചത്, അതിലൂടെ ഞാൻ സഞ്ചരിക്കുന്നതാണ് എന്റെ വിജയം. അതാണ് ശരിക്കുമുള്ള അതൊരു വിശ്വസ്തതയാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെ പോകാതിരിക്കുക, ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ പോവുക. ഇതാണ് ദൈവത്തോട് നമ്മൾ കാണിക്കേണ്ട വിശ്വസ്തത. അപ്പൊ മദർ തെരേസ എന്തായി തീരണമെന്ന് ദൈവത്തിനൊരു നിശ്ചയമുണ്ടായിരുന്നു. മദർ തെരേസ എസ് പറഞ്ഞു, ദൈവത്തോട് വിശ്വസ്തത പുലർത്തി, ഇടയ്ക്ക് വെച്ചിട്ട് പിണങ്ങി പിരിഞ്ഞു പോയില്ല, ജീവിതകാലം മുഴുവനും ആ വിളിയോടുള്ള വിശ്വസ്തത പുലർത്തി. അതാണ് ഒരു ആത്മീയ മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത്. ഇത് വിജയപരാജയങ്ങൾ ലോകത്തിന്റെ കാഴ്ചപ്പാടിലുള്ളതും ദൈവത്തിന്റെ കാഴ്ചപ്പാടിലുള്ളതും ഒക്കെ വെറുതെയാണ്, അത് ഭയങ്കര ഡിഫറെന്റ് ആണ്. അതുകൊണ്ടാണ് വിശുദ്ധം പറയുന്നത്, എല്ലാം നേടിയിട്ട് ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് എന്താ കാര്യം? ആത്മാവിനെ നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിതം ഭൂമിയിൽ ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു സ്പിരിച്വൽ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം, ഒരു ആത്മീയമായ ബോധ്യങ്ങൾ കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം, ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം വിജയം എന്ന് പറയുന്നത്. ഇനി കൃത്യസമയത്ത് നിങ്ങളെ ഉയർത്താൻ ദൈവത്തിന് അറിയാം. അപ്പൊ ബൈബിൾ പറഞ്ഞ പോലെ താഴ്മയോടെ നിൽക്കണം, കൃത്യസമയത്ത് ദൈവം നിങ്ങൾ ഉയർത്തും. ആ ഉയർത്തലിന് മുമ്പ് നിങ്ങൾക്കൊരു അനുഗ്രഹം തരുമ്പോഴും നിങ്ങൾക്കൊരു സക്സസ് വരുമ്പോഴും അതിൽ നിങ്ങൾ മതിമറന്നു പോയി നിങ്ങൾ ദൈവത്തെ മറക്കാതിരിക്കാൻ വേണ്ടി ദൈവം ചില പിടുത്തങ്ങൾ ദൈവത്തിന്റെ കയ്യിൽ തന്നെ വെക്കും. അത് ചിലപ്പം ഈ പറഞ്ഞ പോലത്തെയുള്ള അനുഭവങ്ങളായിരിക്കാം, ചില കുറവുകളുടെ തലം, ചില ബലഹീനതകളുടെ തലം. അൾട്ടിമേറ്റ്ലി ദൈവം നിങ്ങളുടെ നന്മ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അതായത് എനിക്ക് ദൈവത്തിന് അനുഗ്രഹിക്കാൻ മടിയൊന്നുമില്ല, ദൈവത്തിന് തന്നെ വേണമെങ്കിൽ അനുഗ്രഹിക്കാം, ലോകം മുഴുവനും പ്രശസ്തയായ ഒരാളാക്കി മാറ്റാൻ ദൈവത്തിന് തന്നെ പറ്റുന്ന എനിക്കറിയാം. പക്ഷെ ദൈവം എനിക്കത് തരുന്നില്ല. കാരണം അതിന് വേണ്ട ഒരു ഒരുക്കം എനിക്കായിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതായിരിക്കില്ല ചിലപ്പോൾ എൻ്റെ വിളി, ചിലപ്പോൾ ഞാൻ എല്ലാ മനുഷ്യരിലേക്ക് അയക്കപ്പെടേണ്ട ഒരാളായിരിക്കില്ല. അൾട്ടിമേറ്റ് നിങ്ങൾ വിശ്വസിക്കണം, എൻ്റെ അപ്പൻ എനിക്ക് തരുന്നത് എന്തോ, അത് 10 ആണെങ്കിൽ 10, 20 ആണെങ്കിൽ 20, ഇനി 100 ആണെങ്കിൽ അത് എന്താണോ ദൈവം തരുന്നത് അതാണ് എൻ്റെ നന്മ എന്നുള്ള ഒരു ട്രസ്റ്റ് നമുക്കും ദൈവത്തിനും ഇടയിൽ ഉണ്ടാവണം. എനിക്ക് വേണ്ടത് തരാൻ എൻ്റെ ദൈവം പ്രാപ്തമാണ്. ആ സഹനം തരുമ്പോഴും ശാന്തമായിട്ട് നമ്മൾ അതിലൂടെ കടന്നു പോകണം. അനുഗ്രഹം തരുന്ന സമയത്ത് ദൈവത്തെ മറക്കാനും പാടില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രാർത്ഥന നല്ലതാണ്. അമിതമായ ദുഃഖവും എനിക്ക് തരരുതേ, അമിതമായ സന്തോഷവും എനിക്ക് തരരുതേ. അത് ബൈബിളിലുള്ള ഒരു പ്രാർത്ഥനയാണ്. കാരണം ഈ രണ്ട് സമയത്തും നമ്മൾ ദൈവത്തെ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതായത് അടിസ്ഥാനപരമായി പറഞ്ഞാൽ ദൈവത്തെ മറന്നു പോവാതിരിക്കുക. അത് സഫറിങ്ങിന്റെ ഇടയിലാണെങ്കിലും സന്തോഷത്തിന്റെ ഇടയിലാണെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക. ദൈവത്തിന് എല്ലാം തരാൻ കഴിവുള്ളവനാണ്.